ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ തോരനാണ്. ചിക്കൻ വാങ്ങുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തും കൂടി ആവശ്യമായിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിലെ തേങ്ങാക്കൊത്തും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ആ തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതുപോലെ 20ഓളം ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ചേർക്കാം. കൂടെ തന്നെ മീഡിയം സൈസിൽ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇതിനോടൊപ്പം വേണ്ടത് വറ്റൽമുളകാണ്, ഒരു 3 വറ്റൽമുളകും കൂടി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ സവാളയ്ക്കും അതുപോലെ തന്നെ ചെറിയുള്ളിലേക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചടപടേന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ തോരൻ. പക്ഷെ നല്ലൊരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ചെറിയുള്ളിയുടെയും സവാളയുടെയും കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഏകദേശം ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുകയാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. കൂടെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും കൂടി. ഇനി വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും മസാലകളും ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മസാലയെല്ലാം ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. 1/2 കിലോ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതോ എല്ലില്ലാത്ത കഷ്ണങ്ങളോ എങ്ങനെയാണെങ്കിലും ചേർക്കാവുന്നതാണ്. തീരെ വലിയ പീസാക്കിയിടണ്ട, തീരെ ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം വലിപ്പത്തിനുള്ള കഷ്ണങ്ങൾ നമുക്ക് അരിഞ്ഞിടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചിക്കനിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന് പകരം ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ബീഫിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ബീഫ് ഇതുപോലെ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ബീഫ് നമുക്ക് കുക്കറിലേക്ക് പ്രത്യേകം വേവിച്ചിട്ട് ഈ ഒരു സമയം ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇരുന്നാലും ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ പകുതിയോളം വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള കംപ്ലീറ്റ് വെള്ളവും വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് എന്നിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വേണ്ടത് 1.5 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ചേർക്കാവുന്നതാണ്. 1/2 കിലോ ചിക്കന് 1.5 കപ്പ് അളവിൽ വേണം കേട്ടോ തേങ്ങ ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി തേങ്ങയും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം പകുതിയോളം ചിക്കൻ വെന്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് ഹാർഡായിട്ടിട്ട് നമ്മൾ ഇളക്കരുത്. പതുക്കെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എങ്കിൽ പിന്നെ ചിക്കൻ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇനി നമ്മുടെ ബാക്കി ചിക്കൻ വേകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേങ്ങയും അതുപോലെ തന്നെ ചിക്കനിലെ ആ ഒരു വെള്ളമൊക്കെ ചേർന്നിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്.
എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ലോക്ക് മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഈ കംപ്ലീറ്റ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ആ കറക്റ്റ് ചിക്കൻ തോരൻ റെഡിയാകുന്നത്. വെള്ളം ഒട്ടുമേ ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 തവണ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വെള്ളവും നന്നായിട്ട് തന്നെ ഇതിൽ വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം നമുക്ക് ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം പച്ച വെളിച്ചെണ്ണയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ നമ്മുടെ ഈ നാരങ്ങ നീര്. ഇത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ തോരനാണ്. നിങ്ങൾ ഇതുവരെയും ചിക്കൻ തോരൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് ഇത് എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.